പോലീസ് ദിയാൻ ദാസ് എന്നൊരാളെ തിരക്കി അയാളുടെ വീട്ടിലെത്തുന്നു. വാതിൽ തുറന്ന് അയാളോട് ചോദിക്കുകയാണ് തൻ്റെ ഭാര്യയായ അനുഷ്ക എവിടെയാണ് എന്ന്. അയാൾ പറഞ്ഞത് അവൾ എവിടെയോ പോയിരിക്കുകയാണ് എന്നാണ്. പക്ഷെ പോലീസ് വീടിനകത്ത് കയറിയപ്പോൾ പാത്രങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നു. ബീർ കുപ്പി, സിഗരറ്റ് കുറ്റികൾ, റൂമിൻ്റെ നടുവിലായി സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്മാരകം. ദിയാൻ പറഞ്ഞത് അത് അയാളുടെ മെഡിറ്റേഷൻ സ്പേസ് ആണ് എന്നാണ്. പോലീസിന് എന്തൊക്കെയോ സംശയം തോന്നുകയും അനുഷ്കയുടെ മിസ്സിംഗ് കേസ് അങ്ങനെ പതുക്കെ പതുക്കെ ചുരുളഴുകയും ചെയ്യുന്നു. ഇത് ദിയാൻ ദാസിൻ്റെയും അനുഷ്കയുടെയും കഥയാണ്. 28 വയസ്സ് മാത്രം പ്രായമുള്ള അനുഷ്ക വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അവൾ ഇന്ത്യക്ക് പുറത്ത് ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നു. ഇൻ്റർവ്യൂസിനെല്ലാം പോകുന്നുണ്ട്. അവൾ ഒരു ദിവസം പറയുകയാണ് തനിക്ക് ന്യൂയോർക്കിൽ നല്ല ജോലി ശരിയായിട്ടുണ്ട് എന്ന്. അവളുടെ മാതാപിതാക്കൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ന്യൂയോർക്കിലേക്ക് പോവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്നും ഡൽഹിയിലേക്ക് പോയി അതിൻ്റെ വിസ പ്രോസസ്സിംഗ് എല്ലാം ശരിയാക്കുന്നു. ജൂൺ 22, 2016 അവളെ ദുർഗാപൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കുന്നു. അവിടെ നിന്നും ഡൽഹിയിലോട്ട് പോകാൻ വേണ്ടി. പക്ഷേ അവൾ പോയത് ഭോപ്പാലിലോട്ടാണ്. അവൾക്ക് ന്യൂയോർക്കിൽ പോവാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഭോപ്പാലിൽ പോവാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് അവൾ ആ ട്രെയിൻ പിടിച്ചത്. എന്തുകൊണ്ടാണ് അനുഷ്ക ആരോടും പറയാതെ ഭോപ്പാലിലേക്ക് പോയത്? ഇത് അറിയണമെങ്കിൽ ആദ്യം ദിയാൻ ആരാണെന്ന് അറിയണം. ദിയാൻ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. ഭോപ്പാലിലാണ് താമസിച്ചിരുന്നത്. അച്ഛനും അമ്മയും ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു. ദിയാൻ അവരുടെ ഒറ്റ മകനാണ്. ഒറ്റമകനായതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രതീക്ഷകളും ആ മകനിലായിരുന്നു. ഉദ്യോഗസ്ഥരായ കാരണം അച്ഛനും അമ്മയും അവനെ വളർത്തിയത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു. അമ്മ വളരെ പരുഷമായിട്ടാണ് അവനോട് എപ്പോഴും പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഒരു ലൈഫായിരുന്നു അവൻ്റേത്. ഫ്രണ്ട്സ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആരോടും ഒന്നും സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു. അവൻ്റെ മാതാപിതാക്കളും അങ്ങനെ തന്നെ. ആരോടും അവർക്ക് ഒരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഒരു ടീനേജ് പ്രായമായപ്പോൾ അവൻ്റെ തന്നെ ലോകത്താണ് ജീവിച്ചത്. ആരായിട്ടും ഒരു അറ്റാച്ച്മെൻറ്റും അവനില്ല. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് അവൻ ആ ഡിഗ്രി ഫെയിലായി. അമ്മ അവനെ നിരന്തരം വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അവനൊരു ഫെയിലിയർ ആണ് എന്ന് അവന് തന്നെ തോന്നാൻ തുടങ്ങി. അവൻ ആ കോഴ്സ് അങ്ങനെ ഉപേക്ഷിക്കുകയാണ്. അതിനുശേഷമുള്ള അവൻ്റെ ജീവിതം അവനൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ആളായി മാറി. റിയൽ ലൈഫിൽ അവൻ ഒരു ജോലിയുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. ഓൺലൈനിൽ അവൻ വേറെ ഒരു അടിച്ചുപൊളി ചെറുപ്പക്കാരൻ. ഇഷ്ടം പോലെ ക്യാഷുള്ള നല്ല ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ. ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പ്രൊഫൈലിൽ അവൻ US-ൽ വർക്ക് ചെയ്യുന്ന ഒരു PhD സ്റ്റുഡൻ്റ് ആയിട്ടാണ് അവൻ കാണിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് അവൻ FBയിൽ അവൻ്റെ തന്നെ പല പല ചിത്രങ്ങളും പോസ്റ്റ് ഇടുകയാണ്. അവൻ്റെ മാനസിക നില തന്നെ തെറ്റിയിരുന്നു. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട അനുഷ്ക അങ്ങനെ അവൻ്റെ ലൈഫിലേക്ക് വരികയാണ്. ഫേസ്ബുക്ക് വഴി ചാറ്റിങ്ങും അവർ തുടങ്ങി. വളരെ വേഗത്തിൽ അവർ ഫ്രണ്ട്സായി. ഡയാൻ അവളോട് പറഞ്ഞിരുന്നത് അവനൊരു NRI ആണ് എന്നാണ്. US-ൽ വർക്ക് ചെയ്യുന്നു. അനുഷ്കയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ തൻ്റെ റൂമിൻ്റെ ലുക്കൊക്കെ തന്നെ മാറ്റുകയാണ്. വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവൾക്കും യാതൊരു സംശയവും തോന്നിയില്ല. അവൾക്കും അങ്ങനെ അയാളെ ഇപ്പോൾ ഒരുപാട് വിശ്വാസമാണ്. അവൻ അങ്ങനെ ഒരു ഡ്യുവൽ ലൈഫിൽ ജീവിക്കുകയാണ്. ഇതുമാത്രമല്ല, അവൻ പറയുകയാണ് അവന് യുനെസ്കോയിൽ നല്ലൊരു ജോലി കിട്ടിയെന്ന്. നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന ഉറപ്പും കൊടുക്കുകയാണ്. ഇത് വിശ്വസിച്ച് അവൾ പാരൻസിനോട് തനിക്ക് ജോലി കിട്ടി ന്യൂയോർക്കിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയിട്ട് അവൾ പാരൻസിനെ വിളിച്ച് എല്ലാ കാര്യവും പറയുകയാണ്. ഡയാൻ അനുഷ്കയുടെ പാരൻസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ നല്ലൊരു മനുഷ്യനായി ആക്ട് ചെയ്യുന്നു. അവരും അയാളെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. അനുഷ്കയ്ക്ക് അവനിൽ എന്തോ ഒരു ഡൗട്ട് അടിക്കുകയാണ്. അവൾ മനസ്സിലാക്കുകയാണ് അവൻ പറയുന്നത് ഒന്നും തന്നെ പൊരുത്തമില്ല എന്ന്. പതുക്കെ പതുക്കെ അവൾ എല്ലാ സത്യവും മനസ്സിലാക്കുന്നു. അവൾ വല്ലാതെ തകർന്നു പോകുന്നു. ഇതൊന്നും സത്യമല്ല എന്ന് മനസ്സിലാക്കി അവൾ എല്ലാ സത്യവും താൻ പുറത്തു പറയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഡയാന് അത് താങ്ങാൻ പറ്റുന്നില്ല. അവസാനം അവൻ വിചാരിക്കുകയാണ്,
ഇവളെ അങ്ങ് ഒഴിവാക്കാം എന്ന്. ഇയാൾ അതിനായിട്ട് ഒരുപാട് ക്രൈം ഷോസ് വാച്ച് ചെയ്യുകയാണ്. അങ്ങനെ അവൻ അവളെ ആരും അറിയാതെ ഒഴിവാക്കാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. അവളെ കൊന്ന് ഡ്രമ്മിലാക്കി അതിനു മുകളിൽ സിമൻറ്റിൻ്റെ തറ അവൻ സ്വന്തം റൂമിൽ തന്നെ കെട്ടിപ്പടുക്കുന്നു. ഇനിയും തീർന്നില്ല. അവളുടെ മാതാപിതാക്കൾക്ക് ഒരു സംശയവും തോന്നാതിരിക്കാൻ അവളുടെ ഫോണിൽ നിന്നും ചാറ്റ് ചെയ്യുകയാണ്. ഞാൻ US-ലെത്തി അവിടെ ഒരു ട്രെയിനിങ്ങിലാണ്. എന്നെ ചിലപ്പോൾ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഫ്രീ ആകുമ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചേക്കാമെന്ന്. അങ്ങനെ അവൻ ആ ഡെഡ് ബോഡിയുള്ള റൂമിൽ അവിടെ തന്നെ ഇരുന്ന് അവളുടെ മാതാപിതാക്കൾക്ക് മെസ്സേജ് അയച്ച് അവരെയും പറ്റിക്കുകയാണ്. അവളെക്കുറിച്ച് മാസങ്ങളായി ഒരു വിവരം ഇല്ലാതായപ്പോൾ അവളുടെ മാതാപിതാക്കൾ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തു. ഡയാൻ അവളുടെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ എടുത്തതായി പോലീസ് അറിഞ്ഞു. മിസ്സിംഗ് കംപ്ലൈൻറ്റ് കിട്ടിയപാടെ പോലീസ് അവളുടെ ലാസ്റ്റ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നത് ഡയാൻ തങ്ങളെ പറ്റിക്കുകയാണ് എന്ന്. അവളുടെ ഫോൺ ലൊക്കേഷൻ ഭോപ്പാലിലാണ് കാണിക്കുന്നത്. ആദ്യം പോലീസ് വിചാരിച്ചത് അവൾ അയാളുടെ കൂടെ ഓടിപ്പോയ ഒരു കേസാണ് ഇത് എന്ന്. പക്ഷേ ജനുവരി 5 വീണ്ടും അവളുടെ മാതാപിതാക്കൾ ഒരു കിഡ്നാപ്പിംഗ് കേസ് കൊടുക്കുകയാണ്. അങ്ങനെ അവർ സീരിയസ് ആയി ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസ് ഉടനെ തന്നെ അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. സംശയാസ്പദമായി കണ്ട സിമൻറ്റ് തറ അവർ പൊളിച്ചു മാറ്റുന്നു. 3 മണിക്കൂർ കൊണ്ടാണ് അവർ ആ സിമൻറ്റ് തറ പൊളിച്ചു മാറ്റിയത്. അതിൽ ഒരു ഡ്രമ്മിൽ അനുഷ്കയുടെ ഡെഡ് ബോഡി 6 മാസമായി അവൾ അതിൽ കുഴിച്ചു മൂടിയിട്ട്. അയാളെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് തന്നെ തരിച്ച് ഇരുന്നു പോയി. അവനെ അപ്പോൾ തന്നെ പോലീസ് റായ്പൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അവൻ്റെ തറവാട് വീടിൻ്റെ ബാക്ക് യാർഡിലേക്ക് കൊണ്ടുപോയി. അവൻ ചൂണ്ടിക്കാണിച്ച സ്ഥലം പോലീസ് കുഴിച്ചു നോക്കുകയാണ്. അവിടെ നിന്ന് 2 അസ്ഥികൂടം അവർക്ക് കിട്ടി. അത് വേറെ ആരുടെയുമല്ല, അവൻ്റെ തന്നെ സ്വന്തം അച്ഛനും അമ്മയും. ഡയാൻ തൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊന്ന് വീടിൻ്റെ പുറകുവശത്ത് കുഴിച്ചിടുകയാണ്. പോലീസ് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇത് ചെയ്തത്? നിൻ്റെ അച്ഛനെയും അമ്മയെയും എന്തിനാണ് നീ കൊന്നത് എന്ന്. അവൻ അതിന് ഉത്തരം പറഞ്ഞത്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ തനിക്ക് വഴിവിട്ട കൂട്ടുകെട്ടിൽ താൻ പെടുകയും എക്സാം ഫെയിലാവുകയും ചെയ്തു. അമ്മയും അച്ഛനും ഇതേ ചൊല്ലി എപ്പോഴും കളിയാക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമായിരുന്നു. അവരിൽ നിന്നും തനിക്ക് ഒരു നല്ല വാക്കുപോലും കേൾക്കാൻ പറ്റിയിട്ടില്ല. അവർ വിചാരിക്കുകയാണ്, എന്തിനാണ് തനിക്ക് ഇവരെ പോലെ ചീത്ത പറയുന്ന അച്ഛനെയും അമ്മയെയും, അവരെ ലൈഫിൽ നിന്നും ഒഴിവാക്കാമെന്ന്. 2010 അവൻ 2 പേരെയും കൊല്ലുന്നു. ഒരു കൺസ്ട്രക്ഷൻ വർക്കറെ വിളിച്ച് സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴി വെട്ടണമെന്ന് പറഞ്ഞ് ഒരു വലിയ കുഴി ഉണ്ടാക്കുന്നു. അതിൽ 2 പേരെയും കൊന്ന് കുഴിച്ചു മൂടുന്നു. പോലീസ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ അവരെ കൊന്നത് എന്ന്. അവൻ പറഞ്ഞത്, അച്ഛൻ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ അമ്മ തനിച്ചായിരുന്നു. ബാക്കിൽ നിന്നും ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചു കൊന്നു. അച്ഛൻ വന്നപ്പോൾ അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചു. അമ്മ ടോയ്ലറ്റിലാണ് എന്ന് പറഞ്ഞ് അച്ഛന് ഒരു കോഫി ഇട്ട് കൊടുക്കുകയാണ്. അതിൽ സ്ലീപ്പിംഗ് പിൽസ് ഇട്ടത് കൊണ്ട് അച്ഛൻ മയക്കത്തിൽ വീണുപോയി. അപ്പോൾ അമ്മയെ കൊന്ന പോലെ തന്നെ അച്ഛനെയും തലക്കടിച്ച് കൊന്നു. അതിനുശേഷം ഇയാൾ ഫേക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി റായ്പൂരിലെ വീട് 31 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണ്. ആ വിലയ്ക്ക് ഭോപ്പാലിൽ അയാൾ ഒരു ഫ്ലാറ്റും വാങ്ങി അങ്ങോട്ട് താമസം മാറി. അനുഷ്കയെ എന്തിനാണ് കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ഒരു ദിവസം അവൾ അമ്മയുടെയും അച്ഛൻ്റെയും ഫേക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റും തൻ്റെ ഫേക്ക് പാസ്പോർട്ടും കണ്ടുപിടിച്ചു. അത് എല്ലാവരോടും പറയും എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അവളെ കൊന്നത് എന്ന്. പോലീസ് അയാളിൽ നിന്നും എല്ലാ തെളിവുകൾ എടുക്കുകയും അയാളെ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം.